ഇപ്പോൾ ചർച്ചയാകുന്നത് കോവിഡ് വാക്സിനെ കുറിച്ചുള്ള സംശയങ്ങളാണ്. കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച് ഉയർന്നു വന്ന വിവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണെന്ന് ന്യൂറോ സർജനും ആരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ ബി ഇക്ബാൽ പറയുന്നു. കോവിഷീൽഡ് വാക്സിൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ്. അതിന്റെ ഫീൽഡ് ട്രെയിനിനായി ഫണ്ടിംഗ് നടത്തുക മാത്രമാണ് ആസ്ട്രാസെനെക്ക ചെയ്തിട്ടുള്ളതെന്നും ഇക്ബാൽ ചൂണ്ടിക്കാട്ടി. വാക്സിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആസ്ട്രാസെനെക്ക യോഗ്യതയുള്ള ഏജൻസിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 1796 വസൂരിക്കുള്ള ഫലവത്തായ വാക്സിൻ അവതരിപ്പിച്ച എഡ്വേർഡ് ജെന്നറുടെ കാലം മുതൽക്ക് തന്നെ വാക്സിൻ വിരുദ്ധത ശക്തമായിരുന്നെന്ന് ഡോക്ടർ ഇക്ബാൽ പറയുന്നു. ആന്റി വാക്സേഴ്സ് എന്ന് വിശേഷിക്കപ്പെടാറുള്ള വാക്സിൻ വിരുദ്ധർ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇവരെ പിന്തുണയ്ക്കുന്നവരാണ് പുതിയ വിവാദത്തിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു. കോവിഡ് വാക്സിൻ രക്തം കട്ടപിടിക്കുന്ന തരത്തിലുള്ള അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാസെനെക്ക കോടതിയിൽ സമ്മതിച്ചതായുള്ള പത്രവാർത്തകൾ കോവിഡ് വാക്സിനെ സംബന്ധിച്ച് അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അതേസമയം ആസ്ട്രാസെനെക്ക മരുന്ന് കമ്പനി വിപണനം ചെയ്യുന്ന കോവിഡ് വാക്സിൻ കോവിഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ്. ഫീൽഡ് ട്രയലിനായി ഫണ്ടിംഗ് നടത്തുക മാത്രമാണ് ആസ്ട്രാസെനെക്ക ചെയ്തിട്ടുള്ളത്. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാക്സിനോളജി പ്രൊഫസർ സാറ കാതറിൻ ഗിൽബർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് വാക്സിന്റെ അടിസ്ഥാന ഗവേഷണം നടത്തിയത്. ഇവരാണ് വാക്സിനായി വൈറൽ വെക്ടർ വാക്സിൻ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തത്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങളില്ലാതെ വാക്സിൻ എടുത്തിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. വാക്സിന്റെ സുരക്ഷയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആസ്ട്രാസെനെക്ക യോഗ്യതയുള്ള ഏജൻസിയല്ലെന്നും മറിച്ച് മരുന്നിന്റെ പേറ്റന്റ് കൈവശമുള്ളതിനാൽ ആസ്ട്രാസെനെക്ക കോടതിയിൽ മൊഴി കൊടുത്തതാവാമെന്നുമാണ് റിപ്പോർട്ടുകൾ. വാക്സിനേഷനിലൂടെ രക്തം കട്ടപിടിക്കുന്നതിനുള്ള വളരെ അപൂർവമായ സാധ്യത നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നേട്ടക്കോട്ട വിശകലനം നടത്തി. ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, ലോകാരോഗ്യ സംഘടന തുടങ്ങിയ സ്ഥാപനങ്ങൾ കോവിഷീൽഡിന്റെ അപകട സാധ്യതകൾ, നേട്ടങ്ങൾ പരിഗണിക്കുമ്പോൾ വളരെ അപൂർവമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാക്സിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ കോവിഡ് അനന്തര അവസ്ഥ അല്ലെങ്കിൽ സിൻഡ്രോമിന്റെ ഭാഗമായി രക്തക്കട്ടകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള രോഗാവസ്ഥയുള്ള പ്രമേഹമായവരിലും എന്തും അറിഞ്ഞിരിക്കേണ്ടതാണ്. വാക്സിൻ സ്വീകരിച്ച പലർക്കും നേരത്തെ കോവിഡ് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ രോഗലക്ഷണമില്ലാതെ കോവിഡ് ബാധിക്കാം. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് വാക്സിൻ മൂലമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ടെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, കോവിഡാനന്തര അവസ്ഥയുടെ ഭാഗമായി രക്തക്കട്ടകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള രോഗാവസ്ഥയുള്ള പ്രായമായവരിലും എന്നതും അറിഞ്ഞിരിക്കേണ്ടതാണ്. വാക്സിൻ സ്വീകരിച്ച പലർക്കും നേരത്തെ കോവിഡ് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ചിലരെ രോഗലക്ഷണങ്ങളില്ലാതെ കോവിഡ് ബാധിക്കാം. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് വാക്സിൻ മൂലമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട്. ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആധുനിക വാക്സിനുകൾ വളരെ സുരക്ഷിതമാണെന്ന് തെളിയിക്കപ്പെട്ടതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എയ്ഡ്സ് പോലുള്ള മറ്റ് പകർച്ചവ്യാധികൾക്കുള്ള വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണം ഇതിനോടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തങ്ങളുടെ കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലത്തിന് കാരണമാകാമെന്ന് ഇന്ത്യയിലടക്കം വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിന്റെ നിർമ്മാതാക്കൾ പറയുന്നത്. അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം, ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമായേക്കാമെന്നാണ് നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ഭീമൻ ആസ്ട്രാസെനെക്ക യുകെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയതെന്ന് ബ്രിട്ടീഷ് പത്രമായ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന ആസ്ട്രാസെനെക്ക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത്. കോവിഷീൽഡ്, വാക്സിനേരിയ എന്നീ വാക്സിനുകളാണ് ആസ്ട്രാസെനെക്ക നിർമ്മിച്ചത്. വാക്സിൻ എടുത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പേർ യുകെ കോടതിയെ സമീപിച്ചിരുന്നു. മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി യുകെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത 51 കേസുകളിലെ ഇരകൾ 100 ദശലക്ഷം പൗണ്ട് വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.